ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ലെയറിങ്ങിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം, കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ഹെൽത്തി ആയിട്ടുള്ള മദർ പ്ലാന്റ് കണ്ടുപിടിച്ചു. ഒരു പേരയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ പേരയ്ക്കയുടെ ഫ്ലഷ് എന്ന് പറയുന്നത് ഭയങ്കര റെഡ് കളറായിട്ടുള്ളൊരു പേരയ്ക്കയാണ്. അപ്പോൾ ഇതോട് ചെയ്യേണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്കിത് സെയിം ക്വാളിറ്റി ഉള്ള ഒരു പ്ലാന്റ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് അധികം ടൈമില്ലാതെ തന്നെ ഇത് പെട്ടെന്ന് കായ്ച്ച് കിട്ടും എന്നുള്ളതാണ് ഈ ലെയറിങ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാമെന്ന് പറയാം. ഇതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് മണ്ണും ചാണകപ്പൊടി അതുപോലെ തന്നെ ചകിരിച്ചോറിൻ്റെ ഒരു മിക്സാണ്. ഈ മിക്സ് ഉണ്ടാക്കിയിട്ട് നമ്മളൊരു വിസിബിളായിട്ടുള്ള പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് കെട്ടിവെക്കും. എന്നിട്ട് കെട്ടിവെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, അത് പെട്ടെന്ന് പൊട്ടിപ്പോരാതിരിക്കാൻ വേണ്ടി അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് വേണം കെട്ടിവെക്കാനായിട്ട്. പിന്നെ നമ്മൾ ഈ പേരയിൽ കട്ട് ചെയ്യുന്നത് ഒരു 1.5 സെൻറ്റിമീറ്ററോളം ലെങ്ത്തിൽ കട്ട് ചെയ്യുക. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൈ തൊടരുത്. സ്റ്റെമ്മിൻ്റെ ഭാഗത്ത് കൈ തൊടരുത്, കട്ട് ചെയ്ത ഭാഗത്ത് കൈ തൊടരുത്. ഇത്രയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. അത് ചെയ്തിട്ട് നമ്മൾ എന്താ വെച്ചാൽ, ഇത് സക്സസ് ആവും നമുക്ക് അത്രയും ഇതില്ലായിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരു 6 മാസത്തോളം നമ്മളതിനെ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടില്ല. അങ്ങനെ അതങ്ങനെ വിട്ടു. ഇപ്പം നമ്മൾ 6 മാസത്തിന് ശേഷം നോക്കിയപ്പോഴാണ് നന്നായിട്ട് വേരൊക്കെ വന്ന് നല്ല വൃത്തിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ വേര് പിടിച്ച ഈ ഒരു കഷ്ണം നമ്മൾ കട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ അധികം വേരിളകാതെ ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. പിന്നെ ഈ പേരായതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിയുള്ള പേരായിരുന്നു. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. എന്താ വെച്ചാൽ, നമ്മൾ ഓവറായിട്ടൊന്നും കെയർ ചെയ്യരുത്. എന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക, എന്നിട്ട് നമ്മൾ അതിനെ വളരാനായിട്ട് ലീവ് ചെയ്തിട്ട് പോരുക. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓവർ കെയർ ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടാവാതിരിക്കുക, പോവുക, അങ്ങനെയൊക്കെയാണ് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത്. നമ്മൾ കൂടുതൽ കെയർ ചെയ്യാത്ത കാര്യങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് വളരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഓവറായിട്ട് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ചെയ്യുക, നമ്മളത് ലീവ് ചെയ്യുക, പോരുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ആ ടൈമിൽ ചെയ്തത്. എന്നിട്ട് എന്താ വെച്ചാൽ, അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു പോട്ടിലേക്ക് വെക്കുകയാണ്. ഇതിൽ പോട്ടിങ് മിക്സ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ, കരിയില, മണ്ണ്, ചാണകപ്പൊടി, ഇതൊക്കെ സംഭവങ്ങളൊക്കെ നമ്മൾ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് മൂന്നിൻ്റെ ഒരു മിക്സ്ചർ ഉണ്ടാക്കിയിട്ട് നമ്മൾ പോട്ടിൽ ഈ ചെടി വെക്കുകയാണ്, ഈ ഒരു പേര വെക്കുകയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഈ ലെയറിങ് എന്ന് പറയുന്നത്. അപ്പോൾ കുറേ പേർക്കൊക്കെ ഇതെങ്ങനെ ചെയ്യാമെന്നൊക്കെ അറിയുന്നുണ്ടാവും. പിന്നെ ചിലർക്ക് ഇത് ഡൗട്ട് ഉണ്ടാവും, റെഡി ആവോ ഇല്ലയോ എന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതുപോലത്തെ പ്ലാൻസ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ലെയറിങ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു.